അങ്ങനെ ഐഫോണിൻ്റെ ഈ വർഷത്തെ ന്യൂ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലോഞ്ച് ചെയ്ത ന്യൂ മോഡൽസ് ആണ് iPhone 17, അതുപോലെ തന്നെ iPhone 17 Pro, iPhone Air എന്ന് പറയുന്നത്. ഇതിനിടയിൽ നടക്കുന്ന വലിയൊരു ട്രെൻഡ് കൂടെയാണ് ഈ ഐഫോണിൻ്റെ ദുബായിലെ മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യുന്നതെന്ന് പറയുന്നത്. ശരിയാണ്, ദുബായിൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇന്ത്യൻ പ്രൈസിനേക്കാൾ വളരെ കുറവാണ്. ഈ iPhone 70ക്ക് ഇന്ത്യൻ പ്രൈസ് അറൗണ്ട് 82,900 രൂപയും അതുപോലെ തന്നെ ദുബായിൽ അറൗണ്ട് 82,000 രൂപയാണ് വരുന്നത്. ഈ ഒരു മോഡലിന് വലിയ വിലയിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ iPhone 70 Proയ്ക്ക് ഇന്ത്യയിൽ അറൗണ്ട് 1,34,000 രൂപയും അതുപോലെ തന്നെ ദുബായ് മാർക്കറ്റിൽ അറൗണ്ട് 1,13,000 രൂപയാണ് വരുന്നത്. iPhone Airന് ഇന്ത്യയിൽ അറൗണ്ട് 1,19,000 രൂപയും അതുപോലെ തന്നെ ദുബായ് മാർക്കറ്റിൽ വരുന്നത് അറൗണ്ട് 1,03,000 രൂപയാണ്. ശരിക്കും എന്താണ് ഈ ഒരു പ്രൈസ് ഡിഫറൻസിന് കാരണം എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ടാക്സിലെ വ്യത്യാസം തന്നെയാണ്. എന്നാൽ അധികം ആരും പറയാത്ത മറ്റൊരു കാരണം കൂടെ ഇതിന് പിന്നിലുണ്ട്. എന്താണെന്നല്ലേ, അതിലേക്ക് നമുക്ക് വരാം. സോ ആദ്യം തന്നെ ഇന്ത്യയിൽ ഒരു ഫോറിൻ പ്രൊഡക്റ്റ് എത്തുമ്പോൾ എന്തൊക്കെ ചാർജസ് ആണ് അപ്ലൈ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കസ്റ്റം ഡ്യൂട്ടിയാണ്. കസ്റ്റം ഡ്യൂട്ടി എന്നാൽ മറ്റൊരു രാജ്യത്തിൽ നിന്ന് വരുന്ന ഗുഡ്സിന് മേൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ഒരു നികുതിയാണ്. ഈ ഒരു ടാക്സ് നൽകാതെ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ ഈ രാജ്യത്തിന് ബോർഡർ പോലും കടക്കാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ഗാഡ്ജറ്റിന് മേൽ 15 മുതൽ 20% വരെയും ദുബായിൽ ഇത് 5%. രണ്ടാമത്തേത്, അതാത് രാജ്യത്തിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനു മേൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ടാക്സ് ആണ്. ഇന്ത്യയിൽ അത് GST 18%, ദുബായിൽ വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ് 5%. പിന്നീട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോജിസ്റ്റിക്സ് ആൻഡ് ഹാൻഡ്ലിംഗ് ചാർജ് ആണ്. ഇതും കമ്പാരിറ്റീവ്ലി ഇന്ത്യയേക്കാൾ ദുബായിക്ക് കുറവും കൂടിയിട്ടാണ്. സോ ഈ അപ്ലൈഡ് ചാർജസ് വിലയിൽ വ്യത്യാസം വരുന്നതിന് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാരണം അത് മറ്റൊന്നുമല്ല, ഈ കറൻസി റേറ്റിലെ ഡിഫറൻസ് ആണ്. നിലവിൽ $1 വേണ്ടത് 88 ഇന്ത്യൻ രൂപയാണ്. ദുബായിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ $1 3.67 ദിറംസ് ആണ്. അതായത് ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നത് താരതമ്യേന വാല്യൂ കൂടിയ കറൻസി ഉള്ള നാട്ടിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റിന്റെ വില അധികമാകാൻ കാരണമാകുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ഇരു രാജ്യങ്ങളും ഫോറിൻ പ്രൊഡക്ട്സിന് മേൽ രണ്ട് രീതിയിലുള്ള നികുതി ഈടാക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യയിൽ അധിക നിരക്ക് ഏർപ്പെടുത്തിയതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ലോക്കൽ മാനുഫാക്ചറിംഗ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത്, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഈ ടാക്സ് തന്നെയാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഫോറിൻ കറൻസി ഔട്ട്ഫ്ലോ കൺട്രോൾ ചെയ്യലാണ്. ഇവിടെ നമ്മളൊരു ഫോറിൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരിലേക്ക് അതിൻ്റെ ലാഭം എത്തുന്നത് അവരുടെ കറൻസിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും. ഈ ഡോളറിൻ്റെ കേസ് എടുത്താൽ ഓയിൽ, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് പോലുള്ള പല കാര്യങ്ങളും രാജ്യങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ഡോളറിലാണ്. അപ്പോൾ ഇന്ത്യൻ റിസർവിലെ $1 എണ്ണം കുറയുന്നത് എക്കണോമിയെ തന്നെ കംപ്ലീറ്റ്ലി അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ദുബായിലെ നികുതി വ്യത്യാസത്തെ പറ്റി പറഞ്ഞാൽ ദുബായ് ഒരു ഗ്ലോബൽ ട്രേഡ് ഹബ് ആണ്. പ്രധാനമായിട്ടും മറ്റു രാജ്യങ്ങളിലെ ടൂറിസ്റ്റ് ഷോപ്പേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നികുതിയിൽ ഈ ഒരു മാറ്റത്തിന് തന്നെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് ടാക്സിന് പകരം വോളിയം ഓഫ് സെയിൽസ് ആണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദുബായ് ഒരു ഹെവി മാനുഫാക്ചറിങ് ഫോക്കസ് ചെയ്യുന്നില്ല. അവരുടെ എക്കണോമി സർവീസ് ബേസ്ഡ് ആണ്. മാൾസ്, ഷോപ്പിംഗ് ഹബ്സ് ഒക്കെ വഴി കൂടുതലും അവർ റീറ്റെയിൽസിന് മാക്സിമം ഫോക്കസും പ്രൊമോട്ടും ചെയ്യുന്നു. കഴിഞ്ഞിട്ടില്ല, ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ഈ ദുബായിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഒരു മിനിമം എമൗണ്ടിൽ ഗാഡ്ജറ്റ്സ് പർച്ചേസ് ചെയ്താൽ അവർ നൽകുന്ന വാറ്റ് റീഫണ്ടബിൾ ആണ്. മനസ്സിലായില്ല അല്ലേ? ബേസ് പ്രൈസ് പ്ലസ് വാറ്റ് ആൻഡ് അതർ ചാർജസ് ആണല്ലോ ദുബായിൽ ഗാഡ്ജറ്റ്സ് വാങ്ങുമ്പോൾ അപ്ലൈഡ് ആകുന്നത്. ഇനി പർച്ചേസ് ചെയ്യുന്നത് വിസിറ്റ് ചെയ്യാൻ വന്ന മറ്റൊരു രാജ്യത്തെ പൗരനാണെങ്കിൽ ഈ രാജ്യം വിടുമ്പോൾ എയർപോർട്ടിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നൽകിയ 5% വാറ്റും അവർക്ക് റീഫണ്ട് ലഭിക്കും. ഈ വീഡിയോ ഇത്രയും കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും, എന്തുകൊണ്ടാണ് ദുബായ് ഗവൺമെന്റ് ടൂറിസ്റ്റുകൾക്ക് ഇത്തരത്തിലൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് വാറ്റ് റീഫണ്ട് ചെയ്യുന്ന ഏക രാജ്യം ദുബായ് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആൻഡ് അതിൽ ഒരു രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. ആ പേര് കേട്ട നിങ്ങൾക്ക് ചിലർക്കെങ്കിലും റീസെന്റ് നടന്ന ഒരു സംഭവം ചെറുതായിട്ടൊന്ന് ഓർമ്മ വരുന്നുണ്ടാവും. ഒരു മാക്ബുക്ക് പ്രോ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇന്ത്യൻ വിയറ്റ്നാം വിസിറ്റ് ചെയ്തത്. മാക്ബുക്ക് പ്രോയ്ക്ക് ഇന്ത്യയിൽ ഇൻക്ലൂഡിംഗ് GST പ്രൈസ് വരുന്നത് അറൗണ്ട് 1,83,000 രൂപയാണ്. ഇത് വിയറ്റ്നാമിൽ ഇൻക്ലൂഡിംഗ് വാറ്റ് ഇന്ത്യൻ രൂപ ഏകദേശം 1,64,000 രൂപയാണ്. കൂടാതെ ഇമ്പോർട്ട് ഡ്യൂട്ടീസും കുറവാണ്. ഇവിടെ 7 മുതൽ 10% വരെയാണ് വാറ്റ് വരുന്നത്. അത് ടൂറിസ്റ്റ് കൂടെ ആണെങ്കിൽ ഈ ഒരു എമൗണ്ട് റീഫണ്ടബിളുമാണ്. സോ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നൽകേണ്ടി വരുന്ന തുകയുടെ ഒരല്പം കൂടി ഒരു എമൗണ്ട് ആഡ് ചെയ്ത് 11 ദിവസത്തെ വിയറ്റ്നാം ട്രിപ്പോടെ എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു ഇന്ത്യൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ത്യൻ റുപ്പിയേക്കാൾ വളരെ വീക്കാണ് ഈ വിയറ്റ്നാം കറൻസി ആയിട്ടുള്ള ഡോങ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ വിസിറ്റർക്ക് പർച്ചേസ് റേറ്റ് കുറയുന്നതിന് അതും വലിയൊരു ഫാക്ടർ ആയിട്ടുണ്ട് അവിടെ. പക്ഷെ വിയറ്റ്നാമിലെ ജനങ്ങൾക്ക് അവിടെ പ്രൊഡക്റ്റ് ലഭിക്കുന്നത് ലക്ഷറിയസ് പ്രൈസിലായിരിക്കും. ഒരു രാജ്യത്തിന്റെ എക്കണോമിയെ സൂചിപ്പിക്കുന്നതിന് ഈ കറൻസിയുടെ വാല്യൂവിന് ഒരുപാട് പങ്കുണ്ട്. മുൻപ് പറഞ്ഞ പോലെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം $1 വേണ്ടത് 88 ഇന്ത്യൻ രൂപയാണ്.
ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടുതലും അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറവും പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളായ ഇൻഫ്ലേഷനും പുവർ എക്കണോമിയും കൂടിയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പൊള്ളയായിട്ടുള്ള പ്രൊമോഷനാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് കാണിക്കില്ല. ശരിയായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിലൂടെ നോക്കിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. സോ കമന്റ് ബോക്സ് ഇവിടെ താഴെ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം. ഹാവ് എ നൈസ് ഡേ.